പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഡീക്യാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ നമ്മൾ വോയിസയുടെ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് എല്ലാവരും ഹാച്ച് ചെയ്യാൻ ഇടുമ്പോഴത്തേക്ക് ഇതിൻ്റെ വേസ്റ്റ് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. വിരിയാത്ത എഗ്ഗ് കാണും, പിന്നെ വിരിഞ്ഞതിൻ്റെ ഷെല്ല് കാണും, അങ്ങനെയുള്ള പല 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 പ്രശ്നങ്ങളല്ലേ. അരിച്ചെടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അരിച്ചെടുക്കുമ്പോൾ ഇത് ആർട്ടീമിയ ന്യൂക്ലിയ എല്ലാം ഡെഡായി പോകുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ഡീക്യാപ്പ് ചെയ്തെടുത്താൽ നമുക്ക് വിരിയിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വോയിസയുടെ സിസ്റ്റമാണ്. അപ്പോൾ ആവശ്യത്തിന് എനിക്കിത് ഇത്രയും ക്വാണ്ടിറ്റി പോരാ, പക്ഷേ നിങ്ങൾക്ക് സാധാരണ കുറച്ചൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു 3 സ്പൂണ് ആർട്ടീമിയ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, 1 2 3 പോട്ട് ഒന്നുകൂടെ എടുക്കാം, 4 സ്പൂൺ എടുക്കാം. അപ്പോൾ ഈ 4 സ്പൂൺ ആർട്ടീമിയ നമുക്ക് നിരന്തരം ചെറിയ ചെറിയ ഫാമുകളിൽ ഉപയോഗിക്കാനുള്ളത് ഇത്രയും മതിയാവും. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീക്യാപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, ജസ്റ്റ് ഒന്ന് കുതിരണം. നേരത്തെ വെള്ളം ഒഴിച്ച് കുതിർത്ത് വയ്ക്കുന്നത് നല്ലതാണ്, ഞാനിപ്പോൾ അത്രയും ചെയ്യുന്നില്ല. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ക്ലോറിനാണ്. അപ്പോൾ ക്ലോറിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണെന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്കത് അളക്കാനുള്ള സിസ്റ്റമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പലയിടത്തുനിന്നും ക്ലോറിന് മേടിച്ചിട്ട് എനിക്ക് ഒരിടത്ത് ഇഷ്ടപ്പെട്ടു, ആ ക്ലോറിനാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലോറിൻ കണ്ടൻറ്റ് മോശമാണെങ്കിൽ ഡീക്യാപ്പ് സക്സസ് ആകത്തില്ല. അപ്പോൾ ഇത്രയും ഉപയോഗിച്ചു. എന്തോ ഒരു അളവ് എന്നൊന്നുമില്ല, എനിക്ക് തോന്നുന്ന ഒരളവാണ് ഞാൻ എടുക്കുന്നത്. നമ്മൾ ഉപയോഗിച്ച് ഒരു കൈവഴക്കം ആയതുകൊണ്ടാണ് പ്രശ്നമില്ലാത്തത്. അപ്പോൾ ക്ലോറിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം വച്ചുകൊണ്ടിരിക്കരുത്, ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് അതിൻ്റെ പ്രോസസ്സിങ്. ഇത് ഇളക്കിക്കൊണ്ടിരുന്നാലേ ഡീക്യാപ്പ് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ കറക്റ്റായിട്ട് എടുക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ലോങ് വീഡിയോ ആയിരിക്കും, പക്ഷേ അത് എന്തോ ഒരു സമയം എടുക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഈ വീഡിയോ എടുക്കുന്നത്. ഇതിനൊരു കളർ ചേഞ്ച് വരും. ആ കളർ ചേഞ്ചിലാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. പക്ഷേ ഓവറായിപ്പോയാൽ ഈ സിസ്റ്റ് വെന്ത് പോവും. അതല്ലാതെ അതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫീഡായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ, വിരിയിക്കാൻ പറ്റത്തില്ല. അതായത് വെന്ത് പോകത്തില്ല, പക്ഷേ ഡെഡായി പോകും. ഡെഡായി കഴിഞ്ഞാൽ പിന്നെ വിരിയയില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് വിരിയിക്കാനുള്ള ഒരു കോൺസെൻട്രേഷൻ ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിപ്പം ഈ എത്ര പറഞ്ഞു തന്നാലും എത്ര വീഡിയോ കണ്ടാലും മനസ്സിലാകത്തില്ല. അത് ചെയ്ത് തന്നെ പഠിക്കണം. ആദ്യം 1-2 പാകപ്പഴയൊക്കെ ഉണ്ടാവും, അതിൽ നിന്ന് കരകയറി വരണം. അങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഞാനും അങ്ങനെയൊക്കെ ചെയ്ത് പഠിച്ചത്. അപ്പോൾ ഇത് ഓരോരോ കളർ വ്യത്യാസങ്ങൾ കാണും. ഇപ്പോൾ തന്നെ നേരത്തെ കളറല്ല, ഇപ്പോൾ ഇച്ചിരി കളർ വ്യത്യാസം വന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കളർ ഓരോ ചേഞ്ചായിട്ട് മാറും. അപ്പം മാറിയെന്ന് പറഞ്ഞാലും ചെയ്യാത്തവർ ചെയ്ത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓരോരോ പാകപ്പഴയിൽ നിന്ന് മനസ്സിലാക്കി വന്നാലേ ശരിയാകത്തുള്ളൂ. ഇപ്പോൾ കണ്ടോ, കളറ് ഒരു ഓറഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓറഞ്ച് ആയില്ല, പക്ഷെ ആദ്യത്തെ കളറിൽ നിന്നും ഓറഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഓറഞ്ച് കളറായ നിർത്തണം. അത് പിന്നെ ഒരു നല്ല കടുത്ത റെഡിലേക്ക് പോകും. അങ്ങനെ വരരുത്, ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ നിർത്തണം. അതായത് സാധാരണ നമ്മൾ സിസ്റ്റ് വിരിഞ്ഞ് ന്യൂക്ലിയൊക്കെ ആയി നിൽക്കുന്ന ഒരു കളറുണ്ടല്ലോ, ആ കളർ വരുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഇത് അല്പം ഹീറ്റാവും, ഒത്തിരി ഹീറ്റാവില്ല, എന്നിരുന്നാലും ഇത്തിരി ഹീറ്റാവും. ഹീറ്റായി വെന്താണ് അതിൻ്റെ തോട് മൊത്തവും നശിച്ച് പോകുന്നത്, അലിഞ്ഞു പോകുന്നത്. അതുവരെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ കണ്ടോ, നമ്മൾ നേരത്തെ
ചെയ്തുകൊണ്ടിരുന്ന കളറല്ല, കളർ മാറി. ഒത്തിരി സമയമൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മുടെ ക്ലോറിൻ്റെ കണ്ടൻറ്റ് പോലെ ഇരിക്കും. ക്ലോറിൻ നല്ലതാണെങ്കിൽ പെട്ടെന്നാവും, ക്ലോറിൻ മോശമാണെങ്കിൽ സമയമെടുക്കും. കേട്ടോ, ഇതിപ്പോൾ ഡീക്യാപ്പായി. ഇനി ഈ സാധനത്തിനെ നമുക്ക് വിരിയിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കണം, ക്ലോറിൻ കണ്ടൻറ്റ് കുറയ്ക്കണം. അതിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. കുറച്ച് വെള്ളം ഒഴിച്ച് അരിപ്പയിൽ അരിച്ചെടുത്താൽ പരിപാടി കഴിഞ്ഞു. ഇതിപ്പോൾ ചെയ്യാനുള്ള കാരണം പലവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഡീക്യാപ്പ് ചെയ്യുന്നതിൻ്റെ രീതി. അപ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഉപകാരപ്രദമാവും. അറിയാവുന്നവർക്കായിക്കോട്ടെ അറിയാത്തവർക്കായിക്കോട്ടെ ആർക്കും ഒന്ന് ജസ്റ്റ് എടുത്ത് സംശയമാണെങ്കിൽ നോക്കാമല്ലോ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നല്ലവണ്ണം കഴുകണം കേട്ടോ. പിന്നെ നമുക്ക് വിരിയിക്കാനാകുമ്പോഴത്തേക്ക് ഒത്തിരി കഴുകണമെന്നില്ല. എയറേഷൻ കൊടുത്തിട്ടേക്കുമ്പോഴത്തേക്ക് ഒരു 6 മണിക്കൂർ എയറേഷൻ കൊടുത്തിട്ടിരുന്നാൽ തന്നെ ഇതിൻ്റെ ക്ലോറിൻ കണ്ടൻറ്റ് കംപ്ലീറ്റ് മാറും, നല്ല രീതിയിൽ എയറേഷൻ കൊടുത്തിട്ടിരുന്നത്. അപ്പോൾ വിരിയിക്കാനാകുമ്പോൾ നമ്മൾ എന്തായാലും ഒരു 24 മണിക്കൂർ വിരിയിക്കുന്നുണ്ടല്ലോ, അപ്പോഴത്തേക്കും അതിൻ്റെ ക്ലോറിൻ കണ്ടൻറ്റ് മൊത്തം മാറിക്കോളും. ഒത്തിരി കഴുകണമെന്നില്ല. എന്നാലും നമുക്ക് മനസ്സിൻ്റെ ഒരു വിശ്വാസത്തിന് ഇത് കഴുകിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇത് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ തന്നെ കഴുകണം. കഴുകിയിട്ട് ഉപ്പ് അലിയാത്ത രീതിയിൽ ഇതിനെ സൂക്ഷിക്കണം. ഉപ്പ് അലിയരുത്. ഉപ്പ് വെള്ളം ആദ്യം വെള്ളത്തിൽ ഉപ്പിടുക, അതിനെ അലിയിച്ച് ലാസ്റ്റ് ഉപ്പ് അലിയാത്തൊരു സ്റ്റേജ് വരും. ആ സ്റ്റേജ് വരെ ആക്കിയിട്ട് അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ ക്ലോറിന് പെട്ടെന്ന് ക്ലോറിൻ കണ്ടൻറ്റ് മാറാനായിട്ട് നമുക്ക് വിനാഗിരിയോ അതൊക്കെ യൂസ് ചെയ്യാം. അതൊക്കെ ഇട്ടൊരു 5 മിനിറ്റോ ഒരു 3 മിനിറ്റോ ഒക്കെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ക്ലോറിൻ കണ്ടൻറ്റ് മാറി കിട്ടും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ല ഡീക്യാപ്പായിരിക്കുന്നുണ്ടോ, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതിന് നമുക്ക് സാധാരണ സിസ്റ്റ് വിരിയിക്കും പോലെ വിരിയിക്കാം. 24 മണിക്കൂർ തന്നെ വേണ്ട, അതിന് മുന്നേ വിരിയും. 24 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് വിരിഞ്ഞ് കിട്ടും. നമുക്ക് ഷെല്ലില്ലാതെ കിട്ടും. അതാകുമ്പോൾ നമുക്ക് അരിക്കണമെന്നില്ല, ഡയറക്റ്റ് എടുത്ത് ഫീഡ് ചെയ്യാൻ പറ്റും വിരിഞ്ഞതിനെ തന്നെ. ഓക്കെ, താങ്ക് യു.